ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ USS മാത്തമാറ്റിക്സിലെ ഷോർട്ട് ആൻഡ് മാത്ത് എന്നുള്ള ഒരു ചാപ്റ്ററിൻ്റെ സെഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സെഷനാണ് ഇപ്പോൾ നടക്കുന്നത്, സെക്കൻഡ് സെഷൻ വേറെ ഉണ്ടായിരിക്കും. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്, അധികം ബുദ്ധിമുട്ടിക്കുന്ന കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ചാപ്റ്ററും കൂടി. ഓക്കെ, സോ നമുക്ക് ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് സബ്ട്രാക്ട്. ഓക്കെ, യെസ്, subtract 1 from the sum of two consecutive natural numbers. Okay, so consecutive ആയിട്ടുള്ള രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക, അവരുടെ സം എടുക്കുക, അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഒരു നമ്പറിനെ നമ്മൾ n എന്ന് വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വേറെ നാച്ചുറൽ നമ്പർ വരാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടുള്ള നമ്പറായിട്ടുള്ള n+1 ആയിരിക്കും. സോ ഇവരുടെ സം എന്താ വരിക? ഇവരുടെ സം എന്ന് വെച്ചാൽ n+n+1 ആണ് വരാൻ പോകുന്നത്. n ആഡ് ചെയ്താൽ നമുക്ക് 2n എന്ന് കിട്ടും, ബാക്കി ആ +1. ഇതാണ് സം ഓഫ് ടു കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള അതിൽ നിന്ന് സബ്ട്രാക്ട് 1 ചെയ്യാൻ, ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഈ 2n+1 നിന്നും ഒന്ന് പോയാൽ എന്താ സംഭവിക്കുക? 2n+1 -1, 1ഉം -1ഉം ക്യാൻസൽ ആയിപ്പോയി, 2n ആയിരിക്കും നമ്മുടെ ആൻസർ. ഇതിൻ്റെ അൾജിബ്രായിക് ഫോമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ബി ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നൊക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് n is an odd number, which of the following is an odd number എന്നാണ് ചോദിച്ചത്. n ഓഡ് നമ്പർ ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഓഡ് നമ്പർ എന്ന് ചോദിച്ചത്. സോ നമുക്ക് ഓരോ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് പോകണം, ഓരോ ഓപ്ഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കണം. 2n എന്ന് വെച്ചാൽ ഓഡ് നമ്പർ ആയിരിക്കും എന്ന് ചോദിച്ചത്. ഫോർ എക്സാമ്പിൾ നമുക്ക് n ഒരു ഓഡ് നമ്പർ ആക്കി എടുക്കാം. എക്സാമ്പിൾ n = 3 ആണ്, ഓഡ് നമ്പറാണ്. 2n എന്ന് വെച്ചാൽ എന്തായിരിക്കും? 2 × n, അതായത് 2 × 3 എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. സോ നമുക്ക് എ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാ നമ്പേഴ്സും ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, 3n - 1 നമുക്ക് ഓഡാണ് നോക്കാം. സോ 3 എന്ന് വെച്ചാൽ എന്താ വരിക? 3n - 1 എന്ന് വെച്ചാൽ 3 × 3 - 1. സോ 3 × 3 9 ആണ്, 9 - 1 8 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതും എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതെങ്ങനെ നമുക്ക് വേറെ രീതിയിൽ പറയാമെന്ന് വെച്ചാൽ, എന്നിന് വേറെ ഏതെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓഡ് നമ്പർ ആവുമെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. സോ n ഒരു ഓഡ് നമ്പർ ആണ്, 3 ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു ഓഡ് നമ്പറാണ് കിട്ടുക. ആ ഓഡ് നമ്പറിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്താൽ ഈവൻ നമ്പറാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടത് ഈവൻ നമ്പറാണ് കിട്ടുക. അതുപോലെ തന്നെയാണ് 3n+1. 3 ഓഡ് നമ്പറാണ്, n ഓഡ് നമ്പറാണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഓഡ് നമ്പർ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ആ ഓഡ് നമ്പറിനോട് ഒന്ന് ആഡ് ചെയ്താൽ ഈവൻ നമ്പർ ആണ് ആവാൻ പോകുന്നത്. സോ ഇതും ആൻസർ തെറ്റാണ്. ഇനി നമുക്ക് ഇത് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. 3n നമ്മൾ നേരത്തെ പറഞ്ഞു, 3 ഓഡ് നമ്പറാണ്, n ഓഡ് നമ്പറാണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഓഡ് നമ്പർ കിട്ടുക. ഒരു ഓഡ് നമ്പറിൽ നിന്നും 2 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഓഡ് നമ്പർ ആയിരിക്കും. സോ ഡി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് അതിൻ്റെ വാല്യൂം കൂടി നോക്കാം. 3n - 2, 3 × 3 - 2, അതായത് 9 - 2 7 ആയിരിക്കും. ഓഡ് നമ്പറാണ്, നമ്മുടെ ഡി ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതുപോലെ ചിന്തിക്കാം. ഓഡ് നമ്പർക്ക് മൾട്ടിപ്ലൈ ചെയ്തുള്ള കേസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഇട്ട് കാണും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡി ഓപ്ഷനാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു x + y - y എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു ഇതുണ്ട്. ഇത് എ ഓപ്ഷനാണ് വരാൻ പോകുന്നത്. ഓക്കെ, യെസ്, ഇത് എ ആണ് വരാൻ പോകുന്നത്. ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എ ഓപ്ഷൻ വരാൻ പോകുന്നത് x ആണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു x + y - y എന്ന് ചോദിച്ചുള്ളത്. സോ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? x + y - y, ഇതെന്താ സംഭവം? നമുക്ക് അഡീഷൻ എന്നുള്ള പ്രോപ്പർട്ടി ഓർ മൾട്ടിപ്ലിക്കേഷൻ, ഈ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതുകൊണ്ട് അസോസിയേറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം. ബ്രാക്കറ്റ് ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് മാറിയ പ്രശ്നമില്ല. x + y - y നമുക്ക് x + y - y എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ x + 0 = x ആയിരിക്കും. എ ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നൊക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു, ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചത്.
സോ എ ഇൻറ്റു ബി മൈനസ് സി, ഞാനത് ഫുൾ എഴുതാം, പ്ലസ് ബി ഇൻറ്റു സി മൈനസ് എ പ്ലസ് സി ഇൻറ്റു എ മൈനസ് ബി. ഫസ്റ്റ് എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എ ഫസ്റ്റ് ബിനോട് മൾട്ടിപ്ലൈ ആവും, പിന്നെ എ കഴിഞ്ഞിട്ട് പിന്നെ മൈനസ് സിനോട് മൾട്ടിപ്ലൈ ആവും. സിനോടല്ല മൈനസ് സിനായിട്ടാണ് മൾട്ടിപ്ലൈ. സോ എ ഇൻറ്റു ബി ചെയ്താൽ നമുക്ക് എ ബി കിട്ടും, എ ഇൻറ്റു മൈനസ് സി ചെയ്താൽ നമുക്ക് മൈനസ് എ സി ആണ് കിട്ടാൻ, പ്ലസ് ബി ഇൻറ്റു സി ചെയ്താൽ നമുക്ക് ബി സി കിട്ടും, ബി ഇൻറ്റു മൈനസ് എ ചെയ്താൽ മൈനസ് എ ബി കിട്ടും. മൈനസ് ബി എ എന്ന് എഴുതാം, മൈനസ് എ ബി എന്ന് എഴുതാം, രണ്ടും സെയിം സാധനമാണ്. ഇനി അടുത്ത് സി ഇൻറ്റു എ ചെയ്താൽ നമുക്ക് എ സി കിട്ടും. സി എ എന്ന് എഴുതാം, എ സി എന്ന് എഴുതാം, രണ്ടും ഓക്കെയാണ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ സി ഇൻറ്റു മൈനസ് ബി ചെയ്താൽ മൈനസ് ബി സി കിട്ടും. ഇനി ഇവിടെ നോക്കുക എന്തൊക്കെ ഇവിടെ കട്ടായി പോകും. എ ബിയും മൈനസ് എ ബിയും കട്ടായി പോകും. മൈനസ് എ സിയും ആഡ് ചെയ്താൽ 0 ആണ്, കട്ടായി പോകും. ബി സി മൈനസ് പി സി കട്ടായി പോകും, രണ്ടും കൂടി ആഡ് ചെയ്താൽ 0 ആയിരിക്കും വരിക. സോ ഫൈനൽ ആൻസർ വരാൻ പോകുന്നത് 0 എന്നായിരിക്കും. ഏത് ഓപ്ഷന് കറക്റ്റ്? ബി ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. യെസ്. അപ്പോൾ ഓക്കെ, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് USSൽ കാണാൻ പറ്റും, ഷോർട്ട് ആൻഡ് മാത്ത് എന്നുള്ള ചാപ്റ്ററിൽ കാണാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി. ഓക്കെ, സോ എന്താണ് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക, ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.